ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ചേട്ടൻ കാറിൽ പോകുന്നതാണല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഏട്ടൻ വൈകിട്ട് വന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് എത്തിയതാണ് ഏട്ടൻ. എത്തിയപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയ്യിൽ എന്തൊക്കെയോ പൊതികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് പിടിക്ക് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ക്യാമറ കൊണ്ട് ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോഴേ അപ്പം എന്താണെന്ന് അത് നമുക്ക് വഴിയെ കാണാം. പിന്നെ ഞാനാണല്ലോ ഗേറ്റ് അടയ്ക്കാറ്. രാവിലെ ഗേറ്റ് തുറക്കുന്നത് ഞാൻ, വൈകിട്ട് ഗേറ്റ് അടയ്ക്കുന്നത് ഏട്ടനാണ്. അപ്പോൾ ഗേറ്റ് ഒക്കെ അടച്ച് ഏട്ടൻ വരികയാണ്. അപ്പൊ വീണ്ടും കാറിലേക്ക് തന്നെ പോകുന്നുണ്ട്. എന്താണെന്ന് വിചാരിച്ചപ്പോ കയ്യിലെത്താ പൊതി. അത് എനിക്കുള്ള പണിയാണ്. നല്ല ഒരു മീൻ, രണ്ട് ചാളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചെമ്പല്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അടുത്തൊക്കെ പോയി. അപ്പൊ അതൊക്കെ എടുത്ത് ഇനി അവ കുളിക്കാണ്ട് നിൽക്കുന്നത് നന്നായിരുന്നു. എപ്പ തുടങ്ങിയ പണികളായിരുന്നു എന്നറിയോ. അപ്പൊ അങ്ങനെ ഞാൻ വേഗം മീൻകറി ഞങ്ങൾ ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മീൻകറി ഉണ്ടാക്കി. ഒരു ദിവസത്തെ എൻ്റെ ഫുൾ ഡേ ആണ് കേട്ടോ. പകുതിയായിട്ട്. അപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് അതിൽ കുറച്ച് ചെതമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ കഴുകി എന്നിട്ട് അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കുറേ വാഷ് ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ നല്ലപോലെ ചെതമ്പലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു അത് ചെതമ്പലല്ല, അതിന്റെ വഴുവഴുപ്പ്. അപ്പം ഉപ്പിട്ടിട്ട് കുറേ ആക്കിയിട്ട് അതിനുശേഷം വെള്ളം ഒഴിച്ച് കഴുകി ഒരു 3-4 പ്രാവശ്യമൊക്കെ ഞാൻ കഴുകി എടുത്തു കേട്ടോ. എന്നിട്ടാണ് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞത്. പിന്നെ അത് പിന്നെയും എനിക്ക് വാഷ് ചെയ്തിട്ടും അത് മതിയാവുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം വഴുവഴുപ്പുള്ള പോലെ തോന്നി എനിക്ക് മീന്. അപ്പൊ അങ്ങനെ നല്ല പോലെ ഇങ്ങനെ കഴുകിയെടുത്തു. സാധാരണ ഞാൻ ഈ മീനൊക്കെ കഴുകുക പുറത്താണ് കേട്ടോ. പക്ഷെ ഇന്ന് രാത്രി ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് മീനൊക്കെ കഴുകി വൃത്തിയാക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയിട്ടാണ് മീനൊക്കെ കഴുകി വൃത്തിയാക്കുക. കാരണം ഞാൻ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ വീണ്ടും വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇപ്പൊ തന്നെ പുറത്ത് കഴുകുന്നത്. പിന്നെ അതുമാത്രം സ്മെല്ലും ഉണ്ടാവണ്ടല്ലോ. വെറുതെ ഇങ്ങനെ മീൻ വെക്കുന്ന സ്മെല്ലല്ലോ മീൻ നന്നാക്കുന്ന സ്മെല്ല്. മീൻ നന്നാക്കുന്ന സ്മെല്ല് ആർക്കായാലും പിടിക്കില്ല. മീൻ കറിയുടെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ എത്ര മീൻ കഴിക്കുന്നവരാണെങ്കിലും മീൻ കഴിക്കാത്തവരാണെങ്കിലും മീൻ കഴുകി വൃത്തിയാക്കുന്ന അവിടുത്തെ സ്മെല്ലൊന്നും ആർക്കും പിടിക്കില്ല. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ, എനിക്കും പിടിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകി. പിന്നെ അത് കഴിഞ്ഞ് സിങ്കിലത്തെ വേസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും ഞാൻ വേസ്റ്റ് ബോക്സിലിട്ടു. ഇനി അത് കൊണ്ട് കളയണം. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചട്ടിയിൽ എന്തോ ചതമ്പലെന്തോ വൃത്തികേട് കണ്ടപ്പോൾ അത് വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുട്ടാം. ഇനി എനിക്ക് ഇതിലേക്ക് ഇതിന്റെ കുറച്ച് ചെമ്പല്ലിക്ക് ഞാൻ 2-3 ഹോൾ വരഞ്ഞു വെച്ചു. കാരണം ഹോൾ എന്നൊക്കെ പറയണത്. 2-3 വര അങ്ങനെ ഇട്ട് വെച്ചു. അപ്പോഴാണല്ലോ അതിന്റെ ഒരു മുളകൊക്കെ പിടിക്കാൻ നല്ലത് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ചു നേരം അവിടെ പുരട്ടി വെച്ചു കേട്ടോ. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള മീൻ ഞാൻ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി എടുത്തു. നല്ല പോലെ വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ നല്ലപോലെ മുളക് മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിച്ചു. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടൊക്കെ നന്നാക്കി. കറിയിലേക്കും വേണം. എനിക്ക് വേറൊരു കറിയും കൂടി വെക്കുന്നുണ്ട്. നമ്മുടെ ചക്ക ഒന്ന് പെരികാച്ചാന്ന് വിചാരിച്ചു. അപ്പൊ അതിലേക്കുമുള്ള ഉള്ളിയായിട്ട് ഞാൻ നന്നാക്കിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ധാരാളം ഒഴിച്ചു. അതിന് ശേഷം ഉലുവ ഇട്ടു. എന്നിട്ട് ഉലുവ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷമാണ് വറ്റൽമുളക് ചേർത്തത്. വറ്റൽമുളക് ചേർത്തതിന് ശേഷം നമ്മൾ സവാളയും ഉള്ളിയും ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് വഴറ്റിക്കും. എന്നിട്ട് നല്ല പോലെ അത് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതില് നല്ല പോലെ എന്താ പറയാ, നല്ല പോലെ വഴഞ്ഞു വരണേ. അപ്പോഴാണ് ഇതിന്റെ ഒരു സ്വാദൊക്കെ നിലനിൽക്കുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞു വന്നു. മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടു. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ചൂടുള്ള വെള്ളം ഒഴിച്ചു ചേർത്തത് കേട്ടോ.
അപ്പം അതിലേക്ക് ചൂടുവെള്ളം നന്നായിട്ട് ഒഴിക്കണം. അപ്പോഴാണ് അത് ഒന്നും കൂടി വെച്ചാൽ വെള്ളം കുറച്ച് പോരായുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടാമത് വെള്ളം ഒഴിച്ചത്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ചട്ടി എടുത്തിട്ട് അപ്പുറത്തോട്ട് മാറ്റി വെച്ചു, അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഈ ചട്ടിയിൽ ഇവിടെ ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചു. അപ്പോൾ പെട്ടെന്ന് ആ പണികളൊക്കെ തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മീൻ വറുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ഒക്കെ. അങ്ങനെ അതൊക്കെ പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ആ വെള്ളം തിളച്ചു. ഇനി നമുക്ക് കറിയിലേക്ക് ഈ അതായത് ചട്ടിയിലേക്ക് നമുക്ക് മീൻ വെക്കാം, മീനിട്ട് കൊടുക്കാം. അപ്പോഴാണ് അത് ഇനി ചാളയാണ് ഞാൻ കറിയായിട്ട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ച് അതിന് ശേഷം നമ്മൾ ചാളം അതിലൊക്കെ ചേർത്ത് ചാളയും നല്ലപോലെ ചേർത്ത് നമ്മൾ റെഡിയാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് നല്ല പോലെ കറിയൊക്കെ റെഡിയാക്കി കേട്ടോ. എത്രയൊക്കെ എന്തൊക്കെ അതിൽ 2-3 തരമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് സാവധാനം അതൊക്കെ ചേർത്തത്. അപ്പം അതൊക്കെ ചേർത്ത് ചട്ടി അങ്ങ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മീൻ ഒരു സെറ്റ് വറുത്ത് കഴിഞ്ഞു. ഞാൻ എന്നിട്ട് അത് വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് വീണ്ടും വറുത്ത് കോരിയിട്ട് വീണ്ടും വറുക്കാനായിട്ട് വെച്ചു. അങ്ങനെ ഇതാ ചട്ടി നമുക്ക് തുറന്നു നോക്കാം, മീൻ കറി വെന്തോ ഇല്ലേ എന്നുള്ളത് ഒന്നും കൂടി തുറന്നു നോക്കാം. അപ്പൊ അത് അപ്പൊ ഞാൻ അത് വെന്ത് കഴിഞ്ഞ് ഇറക്കി വെക്കാനായിട്ടുള്ള സാമഗ്രികളൊക്കെ വെച്ചു. ഇനി അത് ചട്ടിയൊന്നും ഇറക്കി വെക്കണം, നിലത്തേക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ മീനൊക്കെ വെന്തു റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം വെള്ളം. ഇനി ഈ വെള്ളം അവിടെ ഇരുന്ന് നാളേക്ക് അതൊക്കെ പറ്റി, അതായത് ഇന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പിറ്റേ ദിവസത്തേക്കാണ്. അപ്പൊ പിറ്റേ ദിവസത്തേക്ക് അതൊക്കെ റെഡി ആയിക്കോളും. പിന്നെ അന്നും എടുക്കൂട്ടോ ഞങ്ങള് ഇന്നലെയും മീൻ കറി കൂട്ടിയിട്ട് തന്നെയാണ് ഊണ് കഴിച്ചതൊക്കെ. അപ്പൊ അങ്ങനെ അതൊക്കെ എടുത്ത് ഇങ്ങനെ ചുറ്റിച്ച് അവിടെ അങ്ങ് വെച്ചു. ഇനി നമുക്ക് ഈ കറി എന്നെ ഒന്ന് കാണണ്ടേ നിങ്ങൾക്ക്? ഇതാണ് എൻ്റെ അടിപൊളി കറി. ഇനി അതിന് ശേഷം ഞാൻ ആ മീൻ വറുത്ത ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഉള്ളി ചേർത്തു. അതിലുള്ള അതേ വെളിച്ചെണ്ണ ഉള്ളി തന്നെ കേട്ടോ. കുറച്ച് ഉള്ളി ചേർത്തിട്ട് കുറച്ച് മുളക് പൊടി അങ്ങ് ചേർത്തു. നമുക്ക് ചക്ക കാച്ചിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ആ മുളക് പൊടി നല്ലപോലെ മൂത്തിട്ട് വരണ സമയത്ത് നമുക്ക് ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ നമുക്ക് ചക്കയും റെഡിയായി. ചക്ക കണ്ടോ. ഇനി നമുക്കത് മൂപ്പിച്ചെടുത്തിട്ട് ഉള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉള്ളിയും മുളകും കൂടിയും ചേർത്ത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. ഇത് ചായക്കായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായ ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്ത് നമുക്ക് എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ മൂടി വെച്ചു. ഇനി നമുക്ക് അത്യാവശ്യം പാത്രങ്ങൾ ഇനി കഴുകാനുണ്ട്. അതൊക്കെ കഴുകി വെച്ചിട്ട് വേണം ഒന്ന് കുളിക്കണം. കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് ഫുഡ് ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പം ഇത്തിരി ലെങ്ത് ആയിപ്പോയി വീഡിയോ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഷോർട്സ് ആയിട്ട് ബാക്കിയുള്ളത് ഇടാന്നേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ. അചിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ. എത്ര തീർത്താലും തീരാത്ത ഒരേ ഒരു പണിയുള്ളൂ വീട്ടുപണി. നമ്മളെ വീട്ടിലെ പണികൾ ഒരിക്കലും തീരില്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് മനസ്സിലായിട്ട് അത് ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ തന്നെ. ടാറ്റാ ബൈ.